രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. ഒരുപക്ഷെ രാജീവ് ഗാന്ധി മരിക്കാതെ ഇരുന്നിരുന്നു എങ്കിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ രണ്ടാമനായിട്ട് ഒരു ദേശീയ നേതാവായിട്ട് നിൽക്കേണ്ട വ്യക്തിത്വമായിരുന്നു. തുഫാൻ എന്ന് പറയുന്നത് ഒരു UDFന്റെ പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. തൂഫാൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ കാഴ്ചപ്പാടാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികളും ക്രിമിനലുകളല്ല. അവരിലെ ക്രിമിനലുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പല സമയങ്ങളിലും പല കോളനികളിലേക്കും കടന്നു ചെല്ലുന്നത്. അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും രാജീവ് ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെയും പ്രസംഗങ്ങളും പ്രവർത്തകരോടുള്ള ഇടപെടലുകളും അവരുടെ നയങ്ങളുമൊക്കെ. അതൊക്കെ വെച്ച് ചേർത്ത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥമായ സംസ്കാരത്തിൽ താഴേക്കിടയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ഒരേ സമയം പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമസ്കാരം. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസം പിന്നിടുകയാണ്. ഈ 2 മാസം പിന്നിടുന്ന സമയത്ത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം വ്യതിചലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശരിതെറ്റുകൾ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ മിസ് ചെയ്ത ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെയാണ്. നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം, കോൺഗ്രസ് സംസ്കാരം എന്നൊക്കെ വലിയ രീതിയിൽ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം എന്താണ്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായൊരു ധാരണ നമുക്ക് ലഭിക്കും. ഇന്ദിരാഗാന്ധിക്കൊപ്പവും രാജീവ് ഗാന്ധിക്കൊപ്പവും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. ഒരുപക്ഷെ രാജീവ് ഗാന്ധി മരിക്കാതെ ഇരുന്നിരുന്നു എങ്കിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ രണ്ടാമനായിട്ട് ഒരു ദേശീയ നേതാവായിട്ട് നിൽക്കേണ്ട വ്യക്തിത്വമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൂഫാൻ ഈ സർക്കാരിൻ്റെ ഫേസ് വാല്യൂ കൂട്ടുന്ന ഏക പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് തൂഫാൻ പ്രോഗ്രാം. ഈ തൂഫാൻ പ്രോഗ്രാമിൽ ഇദ്ദേഹം എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ് കേരളത്തിലെ അമ്മമാരും അപ്പന്മാരും ഒക്കെ തങ്ങളുടെ മക്കൾ ഇന്ന് വൈകിട്ട് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താകും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരവസ്ഥ, നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും കേരളത്തെ തിരിച്ചു പിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അത് രമേശ് ചെന്നിത്തല എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് മാത്രമാണ് എന്നുള്ളത്. തുഫാൻ എന്ന് പറയുന്നത് ഒരു UDFന്റെ പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. തൂഫാൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ കാഴ്ചപ്പാടാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം പല സ്ഥലങ്ങളിലും ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് രമേശ് ചെന്നിത്തല കടന്നിരുന്നു. എന്താണ്, അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണോ ഇവിടെ മയക്കുമരുന്നും MDMA പോലെയുള്ള വലിയ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത്? അല്ല. നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങളും പല പല സെലിബ്രിറ്റികളും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ MDMAയുടെ ഡീലർമാരായിരുന്നു എന്നറിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു നടുക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപികയെ തന്നെ MDMAയുടെ ഡീലുമായി ബന്ധപ്പെട്ടിട്ട് തുഫാൻ സംഘം അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കൂ. 1200 രൂപ കൂലിക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഡ്രഗ്സിന് ഒരളവുണ്ട്. അത് വാങ്ങിക്കുന്നത് പിന്നെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലേക്ക് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല പോയി എന്നൊരു ചോദ്യം ഉയർന്നു വരും. രമേശ് ചെന്നിത്തല പോയത് എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും ക്രിമിനലുകളല്ല. അവരിലെ ക്രിമിനലുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പല സമയങ്ങളിലും പല കോളനികളിലേക്കും കടന്നു ചെല്ലുന്നത്. അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം ചർച്ച ചെയ്തത് VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്നുള്ളൊരു പേരായിരുന്നു. പക്ഷേ ഈ തൂഫാൻ പദ്ധതി ഇതേ രീതിയിൽ ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല മുഖ്യമന്ത്രിയാണ് രമേശ് ചെന്നിത്തല എന്ന രീതിയിലേക്ക് പൊതുജനം ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ
അതിനെന്തെങ്കിലും സംശയം പറയാൻ വേണ്ടി സാധിക്കുമോ? ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകാൻ കാരണം എന്താണ്? അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിൻ്റെത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാതെ വന്നത് അദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടി കാട്ടിയ ഒരു നീതികേടായിട്ട് ഇന്നും കരുതുന്ന അനേകം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതായാലും ഒരു കാര്യം പറയാം, ജനത്തെ അറിഞ്ഞ് ജനത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു നല്ല നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പുറവശത്ത് നോക്കൂ, വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ എടുത്ത് പരിശോധിക്കുക, നരേന്ദ്രമോദിയുടെ പത്രസമ്മേളനങ്ങൾ എടുത്ത് പരിശോധിക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും രാജീവ് ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെയും പ്രസംഗങ്ങളും പ്രവർത്തകരോടുള്ള ഇടപെടലുകളും അവരുടെ നയങ്ങളുമൊക്കെ. അതൊക്കെ വെച്ച് ചേർത്ത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥമായ സംസ്കാരത്തിൽ താഴേക്കിടയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ഒരേ സമയം പറയുന്നു. ഒരുപാട് വിഷയങ്ങളിൽ, PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, വിഴിഞ്ഞം അദാനി പോർട്ടിൻ്റെ വിഷയത്തിൽ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനെതിരെ RSS വൽക്കരണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ആ സമയത്താണ് തുഫാൻ എന്ന ഈ നമ്മുടെ തലമുറയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു ശ്രമത്തെ കേരളം ഒന്നടങ്കം പിന്തുണയ്ക്കേണ്ടതുണ്ട്. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, രമേശ് ചെന്നിത്തലയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് പറയുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. തൂഫാൻ അത് നമ്മുടെ തലമുറയെ രക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെയും ജോലിക്ക് പോകുന്ന അമ്മമാരുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുഴുവൻ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പിന്തുണയും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും എനിക്കില്ല.